നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്കാണ്ട് പോവുകയാണ് പുറത്തൂരിലെ അവസാനത്തെ കടത്തുതോണി സർവീസും. നായർത്തോട് കടവ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ ആളും ആരവങ്ങളും ഒഴിഞ്ഞ് മുരുക്കുമാട് കടവ്. ഒരാഴ്ചയുടെ മേലായി ഇപ്പോൾ അതിന് മുന്നേ നടത്തം തുടങ്ങിയിരുന്ന അപ്പം തന്നെ ക്ഷീണം പറ്റിയിരുന്നു. പിന്നെ ഇപ്പോൾ വണ്ടിയും കൂടെ ഓടൽ തുടങ്ങിയപ്പോൾ പൂർത്തിയായി. തീരെ ആളില്ല. വെച്ചാൽ ഇപ്പോൾ ഇനി നമുക്ക് ആൾക്കാരില്ല. അതിൻ്റെ ഒരു സഹായം പഞ്ചായത്തിൽ നിന്ന്. പുറത്തൂരിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ പുറത്തൂരിൻ്റെ യാത്രാമാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കടത്തുതോണി സർവീസും. നായർത്തോട് കടവ് പാലം നാടിന് സമർപ്പിക്കപ്പെട്ടതോടെ പുറത്തൂരിലെ അവസാനത്തെ കടത്തുതോണി സർവീസും ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോവാൻ തയ്യാറെടുക്കുകയാണ്. മുരുക്കുമാട് നിന്ന് ഗോമുഖത്തേക്കുള്ള കടത്തുതോണി സർവീസാണ് ആളുകൾ കുറഞ്ഞതോടെ നിർത്തേണ്ട അവസ്ഥയിലായിരിക്കുന്നത്. പണിക്ക് വന്നാൽ പണിക്കൂലി കിട്ടണ്ടേ? പഞ്ചായത്തിൽ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. നമ്മളെ എന്താണ് അവസ്ഥ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഇപ്പം അങ്ങോട്ട് പഞ്ചായത്തിൽ അങ്ങോട്ട് പോകണം വെച്ചിട്ടാണ്. പഞ്ചായത്തോ ബന്ധപ്പെട്ട വകുപ്പുകളോ ഇടപെട്ട് കടത്തുതോണി സർവീസ് നടത്തിക്കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ 10 വർഷമായി മുരുക്കുമാട് നിന്ന് ഗോമുഖം വരെ കടവ് തുഴയുന്ന കടത്തുകാരൻ സത്യൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് നിളാവിഷൻ, പുറത്തൂർ. വണ്ടിയും സൗകര്യമൊക്കെ ആയിട്ട്